ഇത് ഫാദർ റോയ്, നമ്മുടെ എല്ലാമാണ്. തിരുവല്ലയെന്ന് വന്നതാ. പുനലൂര് സോറി, അഞ്ചച്ചമ്മാറ കുർബാനയുണ്ട്. അപ്പോൾ അതിൻ്റെ പുനലൂര് കോയച്ചനും വന്നു കുറേ കൊണ്ടുപോയി. അമ്മച്ചിയുടെ വായിക്കട്ടെ, താരം വന്നില്ല. അമ്മച്ചി അടിപൊളിയാണ്. അമ്മച്ചി തിളങ്ങളോടൊപ്പൊക്കെ ഇട്ട് വന്ന എങ്ങനെയാണ്? എങ്ങനെയുണ്ട്? എന്തൊക്കെ വേണമെന്ന് രേഖകളൊന്നും ചോദിച്ചില്ല. ഒന്നും വേണ്ടില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ ഒത്തിരി സന്തോഷത്തോടെ നമ്മളൊരു വലിയ ശുശ്രൂഷയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു സന്തോഷം നിറഞ്ഞ ഒരു ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ കാത്തിരുന്ന നമ്മുടെ ബിനീഷിൻ്റെ വിവാഹത്തിന് ഏറ്റവും അടുത്ത സമയമാണിത്. നമ്മളിപ്പോൾ ഭവനത്തിൽ നിന്നും പ്രാർത്ഥിച്ച് ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു ചടങ്ങാണ്. നമ്മളിവിടെ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവർക്കും സ്തുതി നൽകി പ്രാർത്ഥന സ്വീകരിച്ച് ബിനീഷ് ദേവാലയത്തിലേക്ക് പോവുകയാണ്. പിന്നീട് നമുക്കറിയാം ദേവാലയത്തിലാണ് വിവാഹത്തിൻ്റെ ശുശ്രൂഷകൾ നടക്കുക. ഈ ഭവനത്തിലെ ഈ പ്രാർത്ഥന അവനിനി പ്രത്യേകിച്ച് ബിനീഷ് ഇനി ഭവനത്തിലേക്ക് വരുമ്പോൾ അവൻ ഒറ്റയ്ക്കല്ല വരുന്നത്. ബിനീഷിൻ്റെ കരം പിടിച്ച് താര കൂടെയുണ്ട്. ഒരു പുതിയ കുടുംബം ഇവിടെ ഇന്ന് ആരംഭിക്കുകയാണ്. ഏതാനും സമയങ്ങൾക്കുള്ളിൽ നമ്മൾ ദേവാലയത്തിൽ ശുശ്രൂഷയോട് കൂടി. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഈ നിമിഷം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ബിനീഷിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആ പ്രാർത്ഥനയിലേക്ക് ഏറ്റവും ഭക്തിയോടെ നമുക്ക് പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. കർത്താവായ യേശുവിന്റെ തിരുസന്നിധിയിലേക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി നമുക്കൊരു നിമിഷം ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥ നിൻ ജീവനേ, നിത്യസഹായകനേ, അകതാരിലുണർവിൻ്റെ പനിനീര് തൂകി നീ അവിരാമമൊഴുകി വരൂ. വരദാനവാരിതേ ഫലമേകുവാനായി അനസ്യൂതമൊഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെ അങ്ങ് സ്വീകരിക്കണമേ. പ്രത്യേകിച്ച് ഇന്നേ ദിവസം അങ്ങയുടെ തിരുസന്നിധിയിൽ വിവാഹിതരാകുവാനായിട്ട് പോകുന്ന ബിനീഷിനെയും താരായെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭവനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ പ്രത്യേകമായിട്ട് ബിനീഷിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ, പുതിയ ഒരു കുടുംബത്തിലേക്ക് ദൈവത്തെ സാക്ഷിയാക്കി ഇന്ന് ബിനീഷും താരയും പ്രവേശിക്കുമ്പോൾ ഈശോയെ തുടർന്നുള്ള അവരുടെ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വിവാഹ ചടങ്ങിന് ഈ ഭവനത്തിലേക്കും ദേവാലയത്തിലേക്കും മറ്റെല്ലാ പരിപാടികൾക്കുമായി യാത്ര ചെയ്യുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ദൈവമേ, നല്ല കാലാവസ്ഥ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. പ്രത്യേകിച്ച് ബിനീഷിൻ്റെ അമ്മയും സഹോദരനെയും സഹോദരിയെയും കുടുംബത്തെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഏറെ നാളത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്വപ്നത്തിൻ്റെ അവസാനം ഇന്ന് ബിനീഷ് ഒരു പുതിയ കുടുംബത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ എല്ലാ അനുഗ്രഹവും ബിനീഷിൻ്റെ കൂടെയും താരയുടെ കൂടെയും ഉണ്ടാകുമാറാകട്ടെ. കർത്താവായ യേശുവേ,
ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലും അങ്ങയുടെ സാന്നിധ്യം നിറഞ്ഞു നിന്ന് അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് അങ്ങയുടെ മകനെ ഇന്ന് ദേവാലയത്തിൽ കൊണ്ടുവന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസം എൻ്റെ മകനെ തിരുന്നെടുത്തതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം ഈ മകൻ കൂടിയാണ് എൻ്റെ ഭവനത്തിനും പരിസരവാസികളും പരിസരത്തിനും നൽകണമേ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവം ഇന്നേ ദിവസത്തെയും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും, വിനീഷിൻ്റെ ജീവിതവുമായി ചേർന്നിരിക്കുന്നവരെയും കുടുംബവുമായി ചേർന്നിരിക്കുന്നവരെയും എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് നൽകിയ പ്രാർത്ഥന നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ സമാധാനത്തിൽ പോകുവിൻ. ദൈവത്തിന് എന്തായാലും ശരി.